ഫെഫ്കയുടെ പ്രതിനിധിയാണ് ജോസ് തോമസ്. നമുക്കറിയാം ഇപ്പോൾ പേര് പുറത്തു വന്നിട്ടുള്ള അല്ലെങ്കിൽ മൊഴിയായി എക്സൈസ് നൽകിയിട്ടുള്ള 2 നടന്മാരും ആദ്യമായല്ല ഈ കേസുകളിൽ പിടിക്കപ്പെടുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടനകൾക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ പരസ്യമായി അവരെ തള്ളിപ്പറയാനും ഈ പറഞ്ഞതുപോലെ അവരുടെ പേര് പറയാനും ഒക്കെ തയ്യാറാകാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. നേരത്തെ ബൈജു കൊട്ടാരക്കര പറഞ്ഞതുപോലെ ഇവരെ അങ്ങനെയുള്ളവരാണെന്ന് ഒരിക്കൽ കൂടി പുറത്തു വന്നാൽ അവരെ വിലക്കേണ്ടതുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിക്ക് അവരെ ആവശ്യമില്ല എന്ന് സംഘടനകൾ തീരുമാനിക്കേണ്ടതുണ്ട്. നമുക്കല്ലാതെ തന്നെ ഒരുപാട് നല്ല നടന്മാരും അഭിനേതാക്കളും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ജാഗ്രതാ സമിതി അല്ലേ, അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് നേരത്തെ ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രവർത്തനം ഏതെങ്കിലും തരത്തിൽ എഫക്റ്റീവ് ആണോ ശ്രീ ജോസ് തോമസ്? രഞ്ജിത്തെ, ആദ്യമായിട്ട് പറയട്ടെ, ബൈജു കൊട്ടാരക്കരെ ഞാൻ ഈ ചർച്ചയിൽ കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം ഫെഫ്കയുടെയും ഉണ്ണികൃഷ്ണനെയും പേര് ഭരിച്ചെടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ ബൈജു കൊട്ടാരക്കരോട് ചോദിക്കട്ടെ, എവിടെയാണ് ഫെഫ്ക പറഞ്ഞത് ഇങ്ങനെയുള്ള അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞത്? എവിടെയാണ് ബൈജു കൊട്ടാരക്കര? ഞങ്ങളുടെ ഒരു അംഗമായ നിഷാദ് കോയയുടെ ഒരു വെബ് സീരീസിന്റെ ലൊക്കേഷനിൽ ആരോ പരാതിപ്പെട്ടതിന്റെ പേരിൽ വന്ന് മണിക്കൂറുകളോളം അവിടുത്തെ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് ഞങ്ങൾ അതിനെ പ്രതികരിച്ചത്. അവിടുന്ന് ഒരു ഗ്രാം അല്ലെങ്കിൽ ഒരു തരി പോലും ലഹരി പിടിക്കാനും പറ്റിയില്ല. അപ്പോൾ ഏതോ ശത്രുക്കൾ ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. അപ്പോ അങ്ങനെ വന്ന് അന്വേഷണം നടത്തി മണിക്കൂറുകളും ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്നതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചിരുന്നു. അതല്ലാതെ ഞങ്ങൾ ഒരിക്കലും ലഹരി ഉപയോഗിക്കുന്നതിനോ സ്ത്രീപീഡനം നടത്തുന്നതിനോ എല്ലാത്തിനും എതിര് നിൽക്കുന്ന ഒരു സംഘടനയാണ് ഫെഫ്ക. ഇനി ഫെഫ്ക ഇപ്പോൾ അടിയന്തരമായി എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. ഞങ്ങളുടെ എല്ലാ ലൊക്കേഷനിലും ഒരു ജാഗ്രതാ സമിതിയുണ്ട്. ഈ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാലോ അത് കൈവശമുണ്ടെന്ന് തോന്നിയാലോ അപ്പോൾ തന്നെ സർക്കാരിന്റെ ആ നമ്പറിൽ വിളിച്ച് പരാതിപ്പെടുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്ന സംവിധാനമുണ്ട്. അത് നിലവിൽ വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ഭാസിയുടെയും കാര്യം പറഞ്ഞു. അവർ നേരത്തെയും ഇതുപോലുള്ള ലഹരി പാർട്ടികളിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. പണ്ട് ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ വിധേയമായി കൊണ്ടുപോയിരുന്നു. 2015 ജനുവരി 30 കഴിഞ്ഞ മാസം ആ കേസിൽ അദ്ദേഹം കുറ്റവിമുക്തനാവുകയും ചെയ്തു. കുറ്റവിമുക്തന്. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രഞ്ജിത്തെ, ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല, പറ്റില്ലല്ലോ. ലഹരി കച്ചവടം നടത്തുന്നതിനാണല്ലോ ശിക്ഷ നടക്കുന്നത്. അപ്പോൾ ശ്രീനാഥ് ഭാസി, ഞാൻ പറയുന്നത് ശ്രീനാഥ് ഭാസിയും ഷെയ്ൻ ടോം ചാക്കോയും എന്തിനാണ് അഭിനയിപ്പിക്കുന്നത്? ലഹരി ഉപയോഗിക്കുന്ന അവരെ വീണ്ടും വീണ്ടും എന്തിനാണ് നിർമ്മാതാക്കൾ അവരുടെ സിനിമ എടുക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. ഇനി ഈ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് വയനാടൻ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ലഹരിയുമായി പിടിച്ചു. അന്ന് ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു സംവിധായകൻ, കള എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ രോഹിത് VS പറഞ്ഞ എന്താണെന്ന് അറിയാവോ? ഈസ് എ നൈസ് പേഴ്സൺ. ഈ മേക്കപ്പ് മാൻ, അദ്ദേഹം നല്ല മനുഷ്യനാണ്. വെല്ലം വലിച്ചാൽ പോലും ലഹരി ഉപയോഗിച്ചാലും മാറി എവിടെയെങ്കിലും ഇരിക്കും, ബഹളമൊന്നും ഉണ്ടാക്കില്ല. അദ്ദേഹം അത് ഉപയോഗിച്ചാൽ എന്താണ് തെറ്റെന്നാണ് ചോദിച്ചത്. ഇങ്ങനെയുള്ള ടെക്നീഷ്യൻസ് ഉള്ളപ്പോൾ, ഇങ്ങനെയുള്ള താരങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെ ഇവിടെ സിനിമാ രംഗത്ത് ലഹരി ഉപയോഗം കുറയ്ക്കാൻ പറ്റും? ഇവരെയൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെയും തീരുമാനം. അങ്ങനെയുള്ളവർ വേണ്ട സിനിമയ്ക്ക്. ഇവിടെ അത് നടപ്പിലാക്കണ്ടേ ശ്രീ ജോസ് തോമസ്? അത് ആർജവത്തോടെ നടപ്പിലാക്കാൻ എത്ര പേർ തയ്യാറാകും? നിങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് പറയും, പക്ഷേ ഇവരൊക്കെ ഇഷ്ടംപോലെ സിനിമയിൽ അഭിനയിക്കും, ലഹരി ഉപയോഗിക്കും, പാർട്ടികളിൽ പങ്കെടുക്കും, കേസുകളിൽ പെടും, പുറത്തു വരും, കുറ്റവിമുക്തരാകും, വീണ്ടും അഭിനയിക്കും, സിനിമയിൽ ഭാഗമായി അവർ നിൽക്കും. ഞങ്ങൾക്കൊറ്റ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അവർ വീട്ടിൽ ലഹരി ഉപയോഗിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ലൊക്കേഷൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ അന്വേഷണം. ലൊക്കേഷനിൽ ലഹരി ഉപയോഗിക്കുന്നതോടെ ഷൂട്ടിങ്ങിന് തടസ്സമുണ്ടാകുന്നുണ്ടോ? ലൊക്കേഷനിൽ ലഹരി വ്യാപനം നടക്കുന്നുണ്ടോ? അതാണ് അന്വേഷിക്കാൻ കഴിയുക. ഒരാൾ വീട്ടിൽ പോയിരുന്ന് ലഹരി ഉപയോഗിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റുമോ രഞ്ജിത്ത്? ഒരിക്കലും പറ്റില്ല. അയാളുടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ലഹരി ഉപയോഗിച്ചാൽ പോലീസ് വന്ന് പിടിക്കട്ടെ. ഒരു സിനിമാ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഇവരൊന്നും ലൊക്കേഷനിൽ, ഇപ്പൊ ഷൈൻ ടോം ചാക്കോ ആയാലും ലൊക്കേഷനിൽ ലഹരി ഉപയോഗിച്ചതായി ഒരു തരത്തിലുള്ള പരാതിയോ അങ്ങനെ സംഭവങ്ങൾ നിങ്ങളുടെ അനുഭവത്തിലില്ല എന്നാണ് ഫെഫ്ക മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവര് ലൊക്കേഷനിൽ ലഹരി ഉപയോഗിച്ചിട്ട് ബഹളം ഉണ്ടാക്കി എന്ന് പറയുന്ന എന്ത് നടപടിയാണ് ഉണ്ടായി, അല്ലെങ്കിൽ എന്ത് തെളിവാണുള്ളത്? എവിടെയെങ്കിലും ലഹരി ഉപയോഗിച്ച് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ ലഹരി ഉപയോഗിച്ചിട്ട് ഷൂട്ടിങ്ങിന് വരാതിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലും അയാളെ വിളിച്ചു വരുത്തി ഇനി അത് ഉപയോഗിക്കില്ല, ഞാൻ സമയത്ത് എത്തിക്കോളാം എന്ന് എഴുതി കൊടുക്കുക വരെ ചെയ്തു നിർമ്മാതാക്കളുടെ സംഘടനയിൽ. എന്നിട്ടാണ് വീണ്ടും ആ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയി. ശ്രീനാഥ് ഭാസി അല്ലേ? നമുക്ക് ശ്രീനാഥ് ഭാസി. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിനകത്ത് അവർ വീട്ടിൽ ഇരുന്ന് ഉപയോഗിക്കുവോ? അതിന് ഷൂട്ടിങ്ങിന് വരാതിരുന്നാൽ നമുക്ക് നടപടിയെടുക്കാം. അതല്ലാതെ
നമുക്ക് എന്താണ് അതിനകത്ത് ശിക്ഷിക്കാൻ കഴിയുക? ഞാൻ നിർമ്മാതാക്കളോട് പറയുന്നത്, ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുള്ള ഈ നടന്മാരെ എന്തിന് നിങ്ങൾ അഭിനയിപ്പിക്കണം? അവരില്ലാതെ സിനിമ എടുത്തുകൂടെ? ഈ അടുത്ത കാലത്ത് ശ്രീനാഥ് ഫാസിയും ഒരു നടിയുമായി ടൗൺ പ്ലാസ ഹോട്ടലിൽ ഒരു ആളുടെ അടുത്ത് റൂമിൽ പോയ വിവരവും ലഹരി ഉപയോഗിച്ച വിവരവും ലഹരി പാർട്ടിയിൽ പങ്കെടുത്തതും കേസായതല്ലേ? അതെ. അല്ലെങ്കിൽ വാർത്തകൾ വന്നതല്ലേ? അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് കേസ് തേഞ്ഞു മാഞ്ഞു പോകുന്നത്? അവരുടെ മാത്രം പിടിപാട് കൊണ്ടാണോ? അതിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടോ? രഞ്ജിത്ത്, അത് അന്വേഷിക്കണ്ടേ? ഇവർ സൂപ്പർ, രഞ്ജിത്ത് ആദ്യം പറഞ്ഞ ഒരു വാചകത്തെ പിടിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഇവർ സൂപ്പർ താരങ്ങളൊന്നുമല്ല. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളാണോ ശ്രീനാഥ് ഫാസിൽ, ഷൈൻ ടോം ജോക്കോയ്? പ്രമുഖ താരങ്ങളാണ്. അതിനപ്പുറത്തേക്ക് പ്രമുഖ താരങ്ങൾ എന്ന് പോലും പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, അവരെ അങ്ങ് മാറ്റി നിർത്തിയാൽ മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഈ നിർമ്മാതാക്കൾ എന്തുകൊണ്ടാണ് അവരുടെ പിന്നാലെ വീണ്ടും പോകുന്നത്? അവർക്ക് എന്താ അത്രയധികം മാർക്കറ്റ് വാല്യൂ ഉണ്ട്? അതൊന്നുമല്ല. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഈ ചില താരങ്ങളെ ഞാൻ പേര് പറയുന്നില്ല, ഫിക്സ് ചെയ്യുമ്പോൾ അവർ നിർദ്ദേശിക്കുകയാണ്, ഞങ്ങളുടെ മേക്കപ്പ് മാൻ ഇന്നയാള് വേണം, ഞങ്ങളുടെ കോസ്റ്റ്യൂമർ ഇന്നയാള് വേണം. പ്രൊഡ്യൂസറോട് നിർദ്ദേശിക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള കാര്യം ഇത് തന്നെയാണ്. ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ അതിന് വശംവദരാകരുത്. കാരണം ഇവർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നവരായിരിക്കാമോ? മനസ്സിലാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ താരങ്ങളുടെ നിർദ്ദേശാനുസരണം ഒരു ടെക്നീഷ്യനെയും വെക്കേണ്ട കാര്യമില്ല. അത് നിർമ്മാതാക്കളുടെ സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ സംവിധായകന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ടെക്നീഷ്യൻസിന്, സംവിധായകർക്ക്, സാങ്കേതിക പ്രവർത്തകർക്ക്. ഇത് ഇപ്പോൾ ഈ താരങ്ങളുടെ പേര് വന്നിരിക്കുന്നു. സാങ്കേതിക പ്രവർത്തകരും ചെറുപ്പക്കാരും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നവരുടെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർമ്മാതാക്കൾ ഞങ്ങളെ അറിയിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കും. ഒരു കാരണവശാലും സിനിമാ ലൊക്കേഷനിൽ നിന്നല്ല, കേരളത്തിൽ നിന്ന് തന്നെ ഈ ലഹരി ഒഴിവാകണം. ലഹരി വിമുക്ത കേരളമാവണം. അതാണ് എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ടത്. അവിടെ ഒരു സംഘടനയെ തള്ളിപ്പറയോ താരങ്ങളെ തള്ളിപ്പറയോ ചെയ്തിട്ട് കാര്യമില്ല. ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, ഈ സമൂഹത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ അത് ഉപയോഗിക്കുന്നു. അതിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരണം. അതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. തീർച്ചയായും. ജോർജ് ജോസഫ്